ഹായ് ഗൈസ്, പത്തനംതിട്ട സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നവ്യ ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടേ ഇരിക്കുക. നവ്യ ആകെപ്പാടെ മൂകമായി പോയിരിക്കുകയാണ്. അപ്പോൾ നവ്യയ്ക്ക് സത്യങ്ങൾ അറിയണം. ഇനി അബിയുടെ കുഞ്ഞാണോ എന്ന് 100% ബോധ്യമാകാൻ വേണ്ടിയിട്ട് അബിയുടെ മുടിയുടെ സാമ്പിളും അതുപോലെ തന്നെ ചന്തുമോളുടെ മുടിയുടെ സാമ്പിളും ഒക്കെ എടുത്തിട്ട് അതേതും പോരാത്ത നമ്മുടെ ഡേവിഡിൻ്റെ കയ്യിലേക്കാണ് കൊടുക്കുന്നത് കേട്ടോ. ഡേവിഡ് ആണെങ്കിൽ അതെങ്ങനെയെങ്കിലും ആ റിപ്പോർട്ട് മാറ്റി അബിയുടെ കുഞ്ഞല്ല അതെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടാണ് ഡേവിഡും നാഗേന്ദ്രനും കൂടെ ശ്രമിക്കുന്നത്. അങ്ങനെ നവ്യ സാമ്പിൾ എടുത്ത് അവർക്ക് കൊടുക്കുന്നതിനൊപ്പം തന്നെ നവ്യ മറ്റൊരു ബുദ്ധി കൂടി പ്രയോഗിക്കുകയാണ് കേട്ടോ. നവ്യ മറ്റേ ഒരു ഫ്രണ്ടിന് കൊടുക്കുന്നുണ്ട്. അതിനൊക്കെ ശേഷം നവ്യ സത്യങ്ങൾ തിരിച്ചറിഞ്ഞു എന്നറിയുമ്പം അബിയെ എന്തെങ്കിലും ചെയ്താലോ ഉപദ്രവിച്ചാലോ എന്നുള്ള പേടിയിൽ നവ്യ പറയുന്നുണ്ട്, അങ്ങനൊരു കാര്യം സത്യമാണെങ്കിൽ അവനെ ഞാൻ കൊന്നിരിക്കുമെന്ന് പറയുന്നുണ്ട് ഡേവിഡിനോട്. അപ്പോൾ ഡേവിഡ് ഇത് നാഗേന്ദ്രയോടും പറയുന്നുണ്ട്. അപ്പോൾ സത്യങ്ങൾ നവ്യ അറിഞ്ഞു കഴിയുമ്പം അബിയെ കൊന്നാലോ എന്ന് വിചാരിച്ചിട്ട് നവ്യ തന്നെ ഈ കഥയിൽ നിന്ന് അങ്ങ് അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ നാഗേന്ദ്രയും ഡേവിഡും അവന്തികയും എല്ലാം കൂടി ചേർന്ന് പ്ലാൻ ചെയ്യുകയും നവ്യെ തട്ടി കൊണ്ടുപോയി കൊല്ലാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അവിടുന്ന് നമ്മുടെ ആദർശമൊക്കെ രക്ഷപ്പെടുത്തുന്നുമുണ്ട് കേട്ടോ, നന്ദുവും എല്ലാം കൂടി. ആ ഒരു വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ നവ്യ ഇങ്ങനെ ചിന്തിക്കുകയാണ് കേട്ടോ, എന്തായാലും സാമ്പിൾ എടുത്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ വിവരമൊക്കെ അറിയാൻ പറ്റുമല്ലോ എന്ന്. അപ്പം ഉടനെ ഡേവിഡ് പറയുന്നുണ്ട്, സാമ്പിൾ എടുത്ത് വെച്ചോളൂ, ഇങ്ങോട്ട് വരണ്ട, ഞാനൊരു പയ്യനെ അങ്ങോട്ട് വിടാം, അങ്ങനെ ചെയ്താൽ മതി എന്ന് പറയുകയാണ്. അങ്ങനെ നവ്യ അബിയുടെ മുടിയുടെ സാമ്പിളും അതുപോലെ ചന്തുമോളുടെ മുടിയുടെ സാമ്പിളും എടുക്കുകയാണ്. അതിനുശേഷം ഡേവിഡിനെ വിളിച്ചറിയിക്കുമ്പോൾ ഡേവിഡ് പറയുന്നുണ്ട്, ഞാൻ ആളെ വിട്ടേക്കാമെന്ന് പറയാം. അങ്ങനെ ഒരു പയ്യൻ വരികയാണ് അവിടെ. പയ്യൻ വന്നു കഴിയുമ്പം അയാൾ ചോദിക്കുമ്പോൾ നവ്യ ഈ സാമ്പിൾ അയാളുടെ കയ്യിൽ കൊടുത്തു വിടുവാണ്. അങ്ങനെ ഡേവിഡ് ആ സാമ്പിൾ ഡേവിഡിൻ്റെ കയ്യിൽ കൊണ്ട് അവൻ കൊടുക്കുമ്പം ഡേവിഡും നാഗേന്ദ്രയും അവന്തികയും കൂടെ സംസാരിക്കുമ്പോൾ ഉടനെ തന്നെ ഡേവിഡ് പറയുന്നുണ്ട്, ഈ സാമ്പിൾ കൊണ്ടുവന്നിട്ടുണ്ട് അവൾ, നമ്മളെ വിശ്വസിച്ച അവൾ ഇതെല്ലാം കൊണ്ട് തന്നിരിക്കുന്നത്, അവൾക്ക് ആ റിസൾട്ട് കിട്ടണം, സത്യം അറിയണം എന്നാ പറഞ്ഞിരിക്കുന്നത് എന്ന് പറയുമ്പോൾ നാഗേന്ദ്ര പറയാ, സത്യം നമ്മൾ അറിയിച്ചു കൊടുക്കാം, അവൾ എന്തായാലും ഒരു സത്യം അറിയാൻ പോകുന്നില്ല, നമ്മൾ ഈ റിപ്പോർട്ട് നെഗറ്റീവായിട്ട് അങ്ങ് കൊടുക്കും, നാഗേന്ദ്രയാണ് കളിക്കുന്നത്, എന്തായാലും എൻ്റെ മോൻ അബിയുടെ കുഞ്ഞല്ല ചന്തുമോളെന്ന് ഞാൻ അവളെ അങ്ങ് വിശ്വസിപ്പിക്കും, അവളതങ്ങ് വിശ്വസിക്കും, പിന്നെ അനന്തപുരിയിൽ കലഹങ്ങൾ ഒരുപാടുണ്ടാകും, അവൾ വീണ്ടും ആദർശിനും മറ്റുള്ളവർക്കും ഒക്കെ എതിരെ തിരിയും, അങ്ങനെ നവ്യയെ വെച്ച് നമ്മൾ കളിക്കുമെന്ന് പറയാം. അപ്പോൾ അവന്തികയും പറയുന്നുണ്ട്, ശരിയാ, അവളെ പറ്റിക്കുന്നതിൽ ഒരു രസമൊക്കെ ഉണ്ട്, എനിക്കാണെങ്കിൽ അവളെ കണ്ണെടുത്ത് കണ്ടുകൂടാ, മഹാ അഹങ്കാരിയാണ് അവൾ, നയനേക്കാളും ഒക്കെ ഒരു പടി മുമ്പിലാണ് നവ്യ, അവളുടെ അഹങ്കാരമൊന്നും സഹിച്ച് മുന്നോട്ട് പോകാൻ പറ്റില്ല, അമ്മയ്ക്കും ഏട്ടനും ഒന്നും അവളെ ഒട്ടും ഇഷ്ടമില്ല, പിന്നെ ഏട്ടൻ്റെ തലയിൽ കയറിപ്പോയല്ലോ എന്ന് ഓർത്തിട്ട് അങ്ങ് സഹിക്കുന്നതേ ഉള്ളൂ, അവളെ ഒഴിവാക്കണം എന്നാണ് ഇപ്പോഴും അമ്മയുടെയും ഏട്ടൻ്റെയും എല്ലാ ആഗ്രഹം, പിന്നെ ഒരു കുഞ്ഞുണ്ടായി പോയല്ലോ, അതുകൊണ്ടും മറ്റുള്ളവരുടെ ഭീഷണി സഹിച്ചുമൊക്കെയാണ് നവ്യ അവരങ്ങ് സഹിക്കുന്നത്, എങ്ങനെയായാലും അവളെ ഒഴിവാക്കണം എന്ന് പറയാം. അപ്പം നാഗേന്ദ്ര പറയുന്നുണ്ട്, തീർച്ചയായിട്ടും അവളെ ഒഴിവാക്കണം, ഇപ്പോൾ അവൾ നമ്മുടെ കൈപ്പിടിയിലുള്ളത് നമുക്കൊരു ബലം തന്നെയാണ്, ഇപ്പോൾ സത്യം പറഞ്ഞാൽ അവളെ വെച്ചല്ലേ നമ്മൾ കളിക്കുന്നത്, എന്താന്ന് വെച്ചാൽ നവ്യയാണ് നമ്മുടെ മോഡലായിട്ട് വന്നിരിക്കുന്നത്, അതിൽ പരം ഒരു നാണക്കേടും ഒരു താഴ്ചയൊന്നും അനന്തപുരിക്കാർക്കും മൂർത്തീസ് ജ്വല്ലറിക്കും ഒന്നും ഉണ്ടാകാനായിട്ടില്ല, ആ ഒരു കാര്യം നമ്മളങ്ങ് സാധിച്ചെടുത്തില്ലേ, ഇനിയിപ്പം അതുപോലെ അവളെ വെച്ച് അവിടെ കലഹം ഉണ്ടാക്കും നമ്മൾ, ഇപ്പോൾ തന്നെ ആ കുടുംബത്തിൽ നിന്ന് ആദർശ് ഇറങ്ങിപ്പോകാൻ ഇടയായതിന് കാരണം നവ്യ തന്നെയാണ്, അനന്തപുരിയിൽ ചന്തുമോൾ എത്തിയത് ആദർശിൻ്റെ കുഞ്ഞാണ് എന്ന് കരുതിയിട്ട് നവ്യ അവിടെ ഉണ്ടാക്കുന്ന ചില്ലറ കലഹങ്ങളല്ല, അങ്ങനെ അവളെ വച്ച് ഇനിയും നമ്മൾ കളിക്കും, അബിയുടെ കുഞ്ഞല്ലെന്ന് അവളെ നമ്മൾ ബോധ്യപ്പെടുത്തും, അവളുടെ മനസ്സിൽ അത് ഉറപ്പിക്കും, അതിനുശേഷം ആ ശരിക്കും കളികൾ നടക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞ് ഇവർ 3 പേരും കൂടെ ചിരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നാഗേന്ദ്ര പറയാണ്, ഇതൊരു റിപ്പോർട്ട് നമുക്കങ്ങ് തയ്യാറാക്കി അവളെ വിശ്വസിക്കുന്ന രീതിയിൽ അവൾക്കങ്ങ് കൊടുക്കാം, താൻ കൊടുത്തു കഴിയുമ്പം അവൾ വിശ്വസിക്കും എന്ന് ഡേവിഡിനോട് പറയാണ്. അപ്പോൾ ഡേവിഡ് പറയാ, ശരിയാ, എന്നെ ഇവൾക്ക് ഭയങ്കര വിശ്വാസമാണ്, അതുകൊണ്ടാണ് അവൾ എന്നോട് വന്ന് ഈ രഹസ്യങ്ങളൊക്കെ പറഞ്ഞത്, അവൾ പറഞ്ഞത് എന്താണെന്ന് സാറിന് അറിയാവോ, സാറിൻ്റെ മോനെ അവൾ കൊല്ലുവന്ന്, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാണെങ്കിൽ അബിയെ അവൾ തീർക്കുമെന്ന് തന്നെയാണ് പറഞ്ഞതെന്ന് പറയാം. അപ്പം നാഗേന്ദ്ര പറയാ, പിന്നെ അതിനവൾ ഒന്നുകൂടി ജനിക്കണം, എൻ്റെ മോനെ അവൾ കൊല്ലണമെങ്കിൽ അതിനു മുമ്പ് അവൾ ഒന്നുകൂടി ജനിക്കണം, അല്ലാതെ പറ്റില്ല, ഇനിയിപ്പം അവൾ അങ്ങനെ എന്തെങ്കിലും സാഹചര്യം ഉണ്ടാക്കി വച്ചാൽ അതിനു മുമ്പ് ഈ നാഗേന്ദ്രൻ അവളെ അങ്ങ് തീർക്കും, അല്ലെങ്കിലും ഈ നാടകം അവസാനിപ്പിക്കുമ്പം അവൾക്ക് ഈ കഥയിൽ ഒരു റോളും ഇല്ല, എൻ്റെ മോൻ അബിയും അവന്തികയും ഒക്കെ
ഒക്കെ എൻ്റെ ഭാഗമാവുമ്പോഴും നവ്യയെ ഞാൻ പുറത്താക്കും. അവളുടെ റോൾ അതോടുകൂടി കഴിയും. അഭിയുടെ തലയിൽ നിന്ന് ആ ഭാരം അങ്ങ് ഒഴിഞ്ഞു പോകും എന്നൊക്കെ പറയുക നമ്മുടെ നാഗേന്ദ്രനുമേ. അങ്ങനെ അവർ 3 പേരും കൂടെ അതൊക്കെ തീരുമാനിച്ച് ഉറപ്പിച്ച് വെച്ചിരിക്കുക. നവ്യ ആണെങ്കിൽ ഈ റിസൾട്ടിനായിട്ട് ഇവരുടെ കയ്യിൽ കൊടുത്തിട്ടുണ്ടെങ്കിലും നവ്യ ആരോടും സംസാരിക്കുന്നില്ല കേട്ടോ. നവ്യ ഭയങ്കര കാമായിട്ട് ഇങ്ങനെ പോവാണ്. മനസ്സിൽ എന്തൊക്കെയോ കരുതി വെച്ചിട്ടുണ്ട് എന്നുള്ളത് നവ്യ ഉറപ്പിച്ച കാര്യമാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ നവ്യ തന്നെയെ ഇങ്ങനെ ഇരുന്ന് കണ്ണാടിയിൽ ഇങ്ങനെ നോക്കി നിൽക്കുക. അപ്പോൾ കണ്ണാടിയിൽ നിന്ന് നവ്യയുടെ മനസാക്ഷി വന്ന് പറയുന്നത് പോലെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അത് നീ വിശ്വസിക്കുന്നുണ്ടോ അബിയുടെ കുഞ്ഞാണ് ചന്തുമോളെന്ന്? നീ പല പ്രാവശ്യം ആ കുഞ്ഞിനെ നോക്ക്. ആ കുഞ്ഞിനെ നോക്കുമ്പോഴെല്ലാം നിനക്ക് എന്താ തോന്നുന്നത്? അബിയുടെ കുഞ്ഞാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പം നവ്യയ്ക്ക് ഉത്തരമില്ലാതെ നവ്യ ഇങ്ങനെ നിൽക്കുക. എന്നിട്ട് മനസാക്ഷി പറയുന്നുണ്ട്, ഇനിയിപ്പം അബിയുടെ കുഞ്ഞ് തന്നെയാണ് ചന്തുമോളെങ്കിൽ നീ എന്ത് ചെയ്യും? നീ ഇപ്പോൾ സാമ്പിൾ എടുത്ത് ഡേവിഡിൻ്റെ കൈ കൊടുത്തു. അത് വിശ്വസനീയമായ ഒരു റിപ്പോർട്ടാണോ കിട്ടുന്നതെന്ന് നിനക്കെന്തെങ്കിലും ഉറപ്പുണ്ടോ? നീ വേറെ എന്തെങ്കിലും മാർഗം കൂടി നോക്ക്. 100% നീ മനസ്സിൽ ഉറപ്പിക്കേണ്ട കാര്യമാണത്. അല്ലാതെ 50% പോരാ. ഇപ്പോൾ ഡേവിഡിൻ്റെ കയ്യിൽ നീ സാമ്പിൾ കൊടുത്ത് അവർ തരുന്ന റിപ്പോർട്ട് 50% മാത്രം വിശ്വസനീയമായിരിക്കും. അല്ലാതെ ഒരു വഴിക്ക് കൂടി നീ അന്വേഷിക്കണം. എന്നാലേ നിനക്ക് 100% വിശ്വാസം ആവുള്ളൂ. അതുകൊണ്ട് നീ അതിനായിട്ട് ശ്രമിക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ നവ്യ മനസ്സിൽ വിചാരിക്കുക, ശരിയാ, അവരുടെ കയ്യിൽ എന്തിന് ഞാൻ കൊടുക്കണം? അല്ലാതെ ഒരു വഴിക്ക് കൂടി ഞാൻ ഒരു DNA ടെസ്റ്റ് കൂടി നടത്താം എന്നൊക്കെ ഇങ്ങനെ വിചാരിക്കുക. അപ്പോഴാണ് നവ്യയുടെ ഒരു ഫ്രണ്ട് വിളിക്കുന്നത് നവ്യയെ. എന്നിട്ട് നവ്യയോട് പറയുന്നുണ്ട് കേട്ടോ, നവ്യെ എനിക്ക് നിന്നെ ഒന്ന് കാണണം എന്ന് പറയുകയാണ്. അപ്പം നവ്യ ചോദിക്കുന്നുണ്ടല്ല, നിനക്ക് എന്തിനാ എന്നെ കാണുന്നതെന്ന് ചോദിക്കുമ്പോൾ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നിന്നോട് പറയാനുണ്ട്, അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ കാണാൻ പറയുന്നതെന്ന് പറയുക. അങ്ങനെ നവ്യ അവിടെ ചെല്ലുമ്പം നവ്യയുടെ ഫ്രണ്ട് നവ്യയോട് സംസാരിക്കുക. എന്നിട്ട് പറയുന്നുണ്ട്, അത് നിനക്ക് അനഘയെ അറിയുമോ എന്ന് ചോദിക്കുക. അപ്പം നവ്യ പറയുന്നുണ്ട്, അറിയാം, അനഘയെ അറിയാം. അനഘയുടെ കുഞ്ഞ് ഞങ്ങളുടെ വീട്ടിലാണ് വളരുന്നത്. ചന്തുമോള് ആദർശിൻ്റെ കുഞ്ഞാണെന്നാണ് പറയുന്നതെന്ന് പറയുക. അപ്പോൾ ഞാൻ ഫ്രണ്ട് പറയാൻ, അനഘ എൻ്റെ കൂടി ഫ്രണ്ടാണ്, എനിക്ക് പരിചയമുള്ള കുട്ടിയാണ് അനഘ. അനഘ ഇപ്പോൾ ഈ അവസ്ഥയിലായി കിടക്കുന്നതിൻ്റെ കാരണം എനിക്കറിയാമെന്ന് പറയാം. അപ്പം നവ്യ ചോദിക്കുക, അതെങ്ങനെ നിനക്ക് അനഘയെ അറിയാം? അല്ല, അനഘയെ വർഷങ്ങളായിട്ട് എനിക്കറിയാവുന്നതാ. ഇതിനു മുമ്പ് അനഘയ്ക്കുണ്ടായിരുന്ന റിലേഷൻഷിപ്പിനെ കുറിച്ചും വിദേശത്ത് അവൾ ഉണ്ടായിരുന്ന സമയത്ത് അവളുടെ ഒപ്പമൊക്കെ ഞാൻ ഉണ്ടായിരുന്നാന്ന് പറയാം. അപ്പം നവ്യ ചോദിക്കുക, എന്താ എന്നിട്ട് അനഘയുടെ കുഞ്ഞിൻ്റെ അച്ഛൻ ആരാന്ന് ചോദിക്കുക. അപ്പോൾ ഉടനെ തന്നെ ഫ്രണ്ട് പറയുന്നുണ്ട്, നീ ഞെട്ടരുത്, നിൻ്റെ ഭർത്താവ് അബി തന്നെയാണ് അനഘയുടെ കുഞ്ഞിൻ്റെ അച്ഛൻ എന്ന് പറയുന്നുണ്ടേ. അപ്പോൾ അത് കേൾക്കുമ്പോഴേക്കും നവ്യ ഞെട്ടിപ്പോവുക. അതിലെന്തെങ്കിലും സത്യം ഉണ്ടോ എന്ന് ചോദിക്കുക. എന്നിട്ട് ഇവിടെ അറിയപ്പെടുന്നത് ആദർശിൻ്റെ കുഞ്ഞാണ് ചന്തുമോളെന്നാണല്ലോ, പിന്നെ എങ്ങനെ അനഘയും അഭിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് അറിയാം എന്നൊക്കെ അവളോട് ചോദിക്കുമ്പം അവർ പറയുന്നുണ്ട്, അത് അങ്ങനെ ഒരു ബന്ധമുണ്ട്. ഇതിപ്പോൾ കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു, അനഘയുടെ അവസ്ഥയെക്കുറിച്ചിട്ടും ചന്തുമോള് എങ്ങനെയാണ് അനന്തപുരിയിൽ ജീവിക്കുന്നതെന്നും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. അതുകൊണ്ട് തന്നെ അഭിയുടെ ചതിയെപ്പറ്റി നിന്നോട് പറയണമെന്ന് എനിക്ക് തോന്നി. അനഘയെ രണ്ടാമതും കൊല്ലാൻ ശ്രമിച്ച് ഈ അവസ്ഥയിലാക്കിയത് അവൻ തന്നെയാണ് അഭി. ആ ചതി നീ മനസ്സിലാക്കണമെന്ന് എനിക്ക് തോന്നിയെന്ന് പറയുക. അപ്പം നവ്യ പറയുന്നുണ്ട്, എൻ്റെ വീട്ടിലുള്ളവർ പലരും ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്നോട് പറഞ്ഞിരുന്നു. പക്ഷെ അത് പൂർണ്ണമായിട്ട് വിശ്വസിക്കാനൊന്നും എനിക്ക് പറ്റുന്നില്ല. അഭി എന്നെ ചതിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ 100% അതെനിക്ക് ഉറപ്പിക്കണം. അല്ലാതെ ആരെയും പറയുന്നത് കേട്ട് ഇനിയും എല്ലാവരും ചരട് വലിക്കുന്ന അനുസരിച്ച് തുള്ളാൻ ഈ നവ്യയ്ക്ക് പറ്റില്ല എന്ന് പറയുക. അപ്പോൾ ഉടനെ ഫ്രണ്ട് പറയുന്നുണ്ട്, അതിനൊരു കാര്യം നീ ചെയ്താൽ മതിയല്ലോ, നീ ഒരു DNA ടെസ്റ്റിന് കൊടുക്ക്, അപ്പോൾ അറിയാമല്ലോ എന്ന് പറയുമ്പം നവ്യ പറയാം, അങ്ങനെ ഒരു കാര്യത്തിനായിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്, എൻ്റെ ഒരു ഫ്രണ്ട് വഴി ഞാനത് ചെയ്തിട്ടുണ്ടെന്ന് പറയുമ്പം അവർ പറയുന്നുണ്ട്, ശരിക്കും നീ ഉറപ്പിക്കണം എന്ന് പറയുമ്പം നവ്യ തന്നെ പറയാണ്, ശരിയാണ്, ഞാൻ വീണ്ടും സാമ്പിൾ എടുക്കാം, നിൻ്റെ തരാം, എനിക്ക് ആ കാര്യത്തിൽ പൂർണ്ണ ബോധ്യം വേണം. ചന്തുമോൾ അവളുടെ കുഞ്ഞാണെങ്കിൽ ആ കുഞ്ഞിനോടും അനഘയോടും ഒക്കെ ഞാൻ ചെയ്ത തെറ്റിന് മാപ്പ് ചോദിക്കണം. അതുപോലെ ആദർശേട്ടനോടും നയനിയോടും മുത്തശ്ശനോടും മുത്തശ്ശിയോടൊക്കെ ഞാൻ ചെയ്ത ദ്രോഹങ്ങൾക്ക് എനിക്ക് മാപ്പ് ചോദിക്കണം. പിന്നെ എന്ത് വേണമെന്ന് ഞാൻ തീരുമാനിക്കും. അബിയെ അവനെ ഞാൻ ജീവനോടെ വെച്ചേക്കില്ല എന്ന് പറയാണ്. അപ്പോൾ ആ ഫ്രണ്ട് പറയാം, നിൻ്റെ ഈ എടുത്തുചാട്ടം കൊണ്ടൊന്നും കാര്യമില്ല. ഇങ്ങനെ ഒരു കാര്യം നിന്നോട് ഇത്രയും നാൾ നിൻ്റെ വീട്ടുകാർ മറച്ചു വച്ചതിൻ്റെ പ്രധാന കാരണം നിൻ്റെ ഈ എടുത്തുചാട്ടവാ. നീ എടുത്തു ചാടി എന്തെങ്കിലും ചെയ്താലോ എന്നുള്ള പേടിയായിരുന്നു അവർക്ക്. ഒന്നെങ്കിൽ നീ ആത്മഹത്യ ചെയ്യുമെന്നോ അല്ലെങ്കിൽ നീ അബിയെ കൊല്ലുവോന്നോ എന്തെങ്കിലുമൊക്കെ അവർ ചിന്തിച്ചിട്ടുണ്ടാവും. എടുത്തു ചാടാതെ നവ്യെ നീ ആലോചിച്ച് തീരുമാനങ്ങൾ എടുക്ക്. അതുകൊണ്ട് നിൻ്റെ അബിയുടെ കുഞ്ഞ് ആണോ ചന്തുമോളെന്നറിയാൻ ഒരു DNA ടെസ്റ്റ് കൂടി നമുക്ക് നടത്താം. നിൻ്റെ ഇഷ്ടം പോലെ ആവട്ടെ എന്ന് പറയാണ്.
അങ്ങനെ നവ്യ DNA സാമ്പിള് ഫ്രണ്ടിൻ്റെ കയ്യിലും കൊടുക്കുകയാണ് കേട്ടോ. പൂർണ്ണമായിട്ടും വിശ്വാസമാകണം നവ്യയ്ക്ക്. അതുവരെ നവ്യ ആരോടും സംസാരിക്കാതെ മിണ്ടാതെയല്ല ഇരിക്കല്ലേ. അങ്ങനെ നവ്യ അതുകൂടി ചെയ്യുകയാണ്. അതിനൊക്കെ ശേഷമാണ് നമ്മുടെ ഡേവിഡ് വിളിക്കുന്നത് നവ്യയെ. ഡേവിഡ് വിളിച്ചിട്ട് ഡേവിഡ് നവ്യയോട് പറയുന്നുണ്ട്, നവ്യ ഇങ്ങോട്ടൊന്ന് വരണം, ഒരു സന്തോഷ വാർത്ത പറയാനുണ്ടെന്ന് പറയാം. അപ്പം നവ്യ ചോദിക്കുന്നുണ്ട്, എന്താ DNA ടെസ്റ്റിന് റിസൾട്ട് കിട്ടിയോ സാറെന്ന് ചോദിക്കുക. തീർച്ചയായും കിട്ടി, നേരിട്ട് വന്ന് നമുക്ക് കണ്ട് സംസാരിക്കാം, നവ്യയ്ക്ക് സന്തോഷമുള്ള കാര്യമാണ് എന്ന് പറയാം. അപ്പോൾ തന്നെ നവ്യയ്ക്ക് മനസ്സിലാവുകയാണ് അബിയുടെ കുഞ്ഞല്ല ചന്തുമോളെന്നുള്ള കാര്യം. എങ്കിലും ജ്വല്ലറിയിലേക്ക് നവ്യ ചെല്ലുകയാണ് കേട്ടോ. അപ്പോൾ DNA ടെസ്റ്റിൻ്റെ റിസൾട്ട് കാണിച്ചു കൊടുക്കുകയാണ് നമ്മുടെ ഡേവിഡ് ആ തെറ്റായ റിപ്പോർട്ട് കാണിച്ചു കൊടുക്കുക. എന്നിട്ട് പറയുന്നുണ്ട്, നവ്യയ്ക്ക് ഇപ്പോൾ വിശ്വാസമായോ? അബി നവ്യയെ ചതിച്ചിട്ടൊന്നുമില്ല. അനന്തപുരിയിലുള്ള മറ്റുള്ളവരെല്ലാവരും കൂടി, അതായത് നവ്യയുടെ അമ്മയും അച്ഛനും ഉൾപ്പെടെ എല്ലാവരും നവ്യയെ ചതിക്കുകയായിരുന്നെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ? ഇത് നവ്യ തന്ന 2 സാമ്പിളുകൾ തമ്മിലുള്ള DNA ടെസ്റ്റിൻ്റെ റിപ്പോർട്ടാണ്. ഇതിൽ അബിയുടെ DNAയുമായിട്ട് ഒരു മാറ്റവുമില്ല ചന്തുമോളുടെ DNAയ്ക്ക്. അതുകൊണ്ട് തന്നെ നെഗറ്റീവ് റിസൾട്ടാണ്. അബിയുടെ കുഞ്ഞല്ല ചന്തുമോൾ. ഇനിയെങ്കിലും നവ്യയ്ക്ക് 100% വിശ്വസിച്ചൂടെ? അതുപോലെ തന്നെ അബിയെ കൊല്ലാൻ ശ്രമിക്കുമെന്നൊക്കെ പറഞ്ഞ് തെറ്റായി പോയിന്ന് ഇപ്പം നവ്യയ്ക്ക് തോന്നുന്നില്ലേ എന്ന് ചോദിക്കും. നവ്യ പറയാ, തോന്നുന്നുണ്ട്, ശരിയാണ് സാർ, ഞാൻ പറഞ്ഞത് തെറ്റായി പോയിന്ന് എനിക്ക് തോന്നുക. അല്ല, അവൻ എന്നെ പറ്റിച്ചാലോ എന്നുള്ള ചിന്ത ഇപ്പോഴും എൻ്റെ മനസ്സിൽ കിടക്കുന്നുണ്ട്, അതുകൊണ്ടാണ് എനിക്ക് അങ്ങനെ തോന്നുന്നു സാർ എന്ന് പറയുമ്പം ഡേവിഡ് പറയാ, ഇനിയിപ്പം അങ്ങനെയൊന്നും തോന്നേണ്ട കാര്യമില്ല. അബിയെ ഇവിടെ ജ്വല്ലറിയിലേക്ക് മാനേജറായിട്ട് ജോയിൻ ചെയ്യാൻ പറയൂ. അതിനുള്ള കാര്യങ്ങളൊക്കെ നവ്യ മുന്നോട്ട് കൊണ്ടുപോകൂ. അബിയുടെ കയ്യിൽ ഒരു തെറ്റുമില്ല. മറ്റുള്ളവരെല്ലാം നവ്യയെ വഴിതെറ്റിക്കാൻ ശ്രമിക്കുകയാണ്. അബി ആ വീട്ടിലെ ദത്തുപുത്രനാണല്ലോ. അതുകൊണ്ട് തന്നെ അബിയും അവൻ്റെ അമ്മയൊക്കെ അവിടുന്ന് പുറത്താക്കാൻ മറ്റുള്ളവരെല്ലാം നല്ല രീതിയിൽ ശ്രമിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇതൊക്കെ നടക്കുന്നതെന്ന് പറയാണ്. അപ്പം നവ്യ പറയുന്നുണ്ട്, ശരിയാ, അബി അടുത്ത ദിവസം മുതൽ മാനേജറായിട്ട് ഇവിടെ ജോയിൻ ചെയ്യുമെന്ന് പറയാണ്. അങ്ങനെ നവ്യ ഒരു പാതി സന്തോഷത്തിലൊക്കെ പോകുന്നുണ്ടെങ്കിലും ഒരു റിപ്പോർട്ട് കൂടി കൊടുത്തിട്ടുണ്ടല്ലോ എന്നുള്ളൊരു ചിന്ത നവ്യയുടെ മനസ്സിലുണ്ട്. പക്ഷേ നവ്യ വിശ്വസിക്കുന്നില്ല. അപ്പോൾ നവ്യ തന്നെ സ്വയം പറയാണ്, ഞാനപ്പം ഇത്രയും ദിവസം വിശ്വസിച്ചൊക്കെ തെറ്റായിപ്പോയി. അബി എന്നോട് ചതിയൊന്നും ചെയ്തിട്ടില്ല. എല്ലാവരും പറയുന്നത് പോലെ മറ്റുള്ളവർ തന്നെയാണ് ചെയ്തത്. അല്ലെങ്കിൽ പിന്നെ ഇത്രയും നാളും എൻ്റെ കയ്യിൽ നിന്ന് ഇതെല്ലാം മറച്ചു വെക്കേണ്ട കാര്യമില്ലല്ലോ അവർക്ക്. ചന്തുമോൾ ആദർശിൻ്റെ കുഞ്ഞാണെന്ന് ആദർശ് ആദ്യമേ തന്നെ സമ്മതിച്ച കാര്യമാണ്. നയനിയും ആ കുഞ്ഞിനെ സ്വന്തം കുഞ്ഞായിട്ട് ഏറ്റെടുക്കുകയും ചെയ്തു. പിന്നെ ഇപ്പോൾ അത് അബിയുടെ കുഞ്ഞാണെന്ന് എല്ലാവരും വിളിച്ചു പറയുന്നതിലോ അബിയെ ഭീഷണിപ്പെടുത്തുന്നതിലോ ഒന്നും ഒരർത്ഥവും. പാവം, അബിയും അവൻ്റെ അമ്മയും ഈ വീട്ടിലെ അല്ലല്ലോ, അതുകൊണ്ടായിരിക്കും എല്ലാവരും അങ്ങനെയൊക്കെ പെരുമാറുന്നത് എന്നൊക്കെ നവ്യ ഇങ്ങനെ വിചാരിക്കാം. അങ്ങനെ പിറ്റേ ദിവസം തന്നെ അബി ജോലിക്ക് പോകേണ്ട ഡേറ്റായി. അബിക്ക് ജ്വല്ലറിയിൽ ജോയിൻ ചെയ്യാൻ പോകണം. അതിന് വേണ്ടിയിട്ട് അബി രാവിലെ തന്നെ റെഡിയായിരിക്കുകയാണ്. അപ്പം നവ്യയോട് വന്ന് പറയുമ്പോൾ നവ്യ പറയുന്നുണ്ട്, ശരിയാ, നീ ചെല്ലണം, ഇന്ന് സമയത്ത് തന്നെ ചെല്ലണം. പുതിയ ബ്രാഞ്ചിൻ്റെ ഉദ്ഘാടനം കൂടിയാണ് ഇന്ന്. നീ അവിടെ മാനേജറായിട്ടിരിക്കുമ്പം നീ ആത്മാഭിമാനത്തോടെ കൂടി ഇരിക്കണം. ഇവിടെ എല്ലാവരും നിന്നെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുകയല്ലേ, അത് നിനക്കറിയില്ലേ? അതുകൊണ്ട് തന്നെ നീ ആത്മാഭിമാനത്തോടു കൂടി തന്നെ ഈ കാര്യങ്ങൾ ഡീല് ചെയ്യണം എന്ന് പറയണം. അങ്ങനെ അബി റെഡിയായി രാവിലെ പൂജയും എല്ലാം നടത്തി പ്രാർത്ഥിച്ചതിനൊക്കെ ശേഷം എല്ലാവരോടും യാത്ര പറഞ്ഞ് ജ്വല്ലറിയിലേക്ക് പോവാണ്. നവിയും ഒപ്പം പോകുന്നുണ്ട്. അവിടെ ജ്വല്ലറിയുടെ ഉദ്ഘാടനം, പുതിയ ബ്രാഞ്ചിൻ്റെ ഉദ്ഘാടനം നടക്കുകയാണ് കേട്ടോ. അവിടെ ഡേവിഡൊക്കെ ഉണ്ട്. ഡേവിഡ് അബിയെ സ്വീകരിക്കുകയാണ്. എന്നിട്ട് അബിയോട് പറയുന്നുണ്ട്, അബി ഈ ബ്രാഞ്ചിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കണം. ഇവിടുത്തെ മാനേജറായിട്ട് അബിയെ ഇരുത്തുന്നത് അബിയോടുള്ള വിശ്വാസത്തിൻ്റെ പുറത്ത് മാത്രമല്ല, നവ്യ പറഞ്ഞിട്ട് കൂടിയാണ്. നവ്യ ഞങ്ങളുടെ മോഡലാണ്. നവ്യ പറയുന്നതനുസരിച്ച് അങ്ങനെ ഒരു കാര്യം ചെയ്യണം. നവ്യ ഞങ്ങളുടെ മോഡലായതിനു ശേഷം ഞങ്ങളുടെ ജ്വല്ലറിക്ക് വളരെയധികം ഉയർച്ചയാണ് ഉണ്ടായത്. പിന്നെ അബിക്കൊരു കാര്യം അറിയാമല്ലോ, അബി മൂർത്തീസ് ജ്വല്ലറിയുടെ ഭാഗമാണ്. നിങ്ങളുടെ ട്രസ്റ്റിൻ്റെ ഭാഗമായിട്ടുള്ള ജ്വല്ലറിയാണ് മൂർത്തീസ് ജ്വല്ലറി. അതിൽ അബിക്കും ഷെയറുണ്ട്. അങ്ങനെയുള്ള ഒരാൾ മറ്റൊരു ജ്വല്ലറിയിൽ മാനേജറായിട്ട് ഇരിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ തളർച്ച മൂർത്തീസ് ജ്വല്ലറിക്കും അഭിമാനം ജ്വല്ലറിക്കുമാണ്. അതുകൊണ്ട് നല്ല രീതിയിൽ വർക്ക് ചെയ്ത് നമ്മുടെ ജ്വല്ലറി മുന്നോട്ട് കൊണ്ടുപോകാമെന്നുണ്ടെങ്കിൽ നവ്യ കഥകളൊക്കെ പറഞ്ഞിട്ടുണ്ട് അബിയുടെ മൂർത്തീസ് ജ്വല്ലറിയിലും അനന്തപുരിയിലും ഒക്കെ അബി നേരിടുന്ന വെല്ലുവിളികളെക്കുറിച്ച്, അപമാനങ്ങളെക്കുറിച്ച് അതെല്ലാം മാറിക്കിട്ടും. ഉയരണം എന്നുള്ള ചിന്ത അബിക്കില്ലേ? എങ്ങനെയെങ്കിലും നമ്മുടെ ജ്വല്ലറിയിൽ നല്ല ലാഭം ഉണ്ടാക്കിയാൽ ഇവിടുത്തെ സ്റ്റാഫുകൾക്കെല്ലാം ഞങ്ങൾ നല്ല രീതിയിലുള്ള സാലറിയും മറ്റുമൊക്കെ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അബിക്കും കിട്ടും എന്നൊക്കെ പറയുമ്പം അബിയും അഭിമാനം കൊണ്ട് അങ്ങ് തിളയ്ക്കാണ്. നവ്യ ഒപ്പം നിൽക്കുക. അങ്ങനെ ജ്വല്ലറിയിലെ മാനേജറായിട്ട് അബി കയറി കസേരയിൽ ഇരിക്കുക. എന്നിട്ട് സ്വയം മനസ്സിൽ വിചാരിക്കുകയാണ്, അനന്തപുരിയിൽ നിന്ന്, അവിടുത്തെ ഒരു ജ്വല്ലറിയുടെ ചുമതലയിൽ നിന്ന് വരെ അവരെന്നെ പുറത്താക്കി. ഇപ്പോൾ ദേ നല്ല ശമ്പളത്തോടു കൂടി ജ്വല്ലറിയുടെ മാനേജരായി. ഇനി ഞാൻ വെച്ചടി കയറ്റം ഉണ്ടാവും എനിക്ക്.
ഞാനും സ്വന്തമായിട്ട് ഇതുപോലൊരു ജ്വല്ലറി തുടങ്ങും, മൂർത്തീസ് ജ്വല്ലറിയെ തകർക്കും എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ് കേട്ടോ. അങ്ങനെയൊക്കെ ഇരിക്കുന്ന സമയത്ത് നവ്യ ഇങ്ങനെ വീണ്ടും വീണ്ടും ഈ ചന്തുമോളെ കാണുമ്പോഴെല്ലാം നവ്യയുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് അബിയുടെ മുഖ. അങ്ങ് തൃപ്തിയാവുന്നില്ല. DNA ടെസ്റ്റിൻ്റെ റിസൾട്ട് കിട്ടിയിട്ട് പോലും നവ്യ വിശ്വസിക്കുന്നില്ല. നവ്യ ആരോടും സംസാരിക്കുന്നില്ല. ആകെ മൊത്തം ഒരു മ്ലാനതയാണ് കേട്ടോ. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് മുത്തശ്ശൻ നവ്യയെ വിളിക്കുകയാണ്. എന്നിട്ട് മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്, നവ്യെ, ഇതുവരെ മോളൊന്നും സംസാരിച്ചില്ല. ആ പ്രശ്നത്തെക്കുറിച്ചിട്ട് കനക മോളോട് പറഞ്ഞ കാര്യം മോള് വിശ്വസിച്ചോ ഇല്ലയോ എന്ന് പോലും പറഞ്ഞില്ല. ഇനിയിപ്പം മോള് വിശ്വസിച്ചില്ലെങ്കിലും ഞങ്ങൾക്ക് ആർക്കും അതൊരു പ്രശ്നമല്ല. ഇപ്പോഴും ചന്തുമോള് ആദർശിൻ്റെ കുഞ്ഞായിട്ടാണ് ഇവിടെ വളരുന്നത്. അതുപോലെ തന്നെ ദേവയാനിയും നയനയും ഒക്കെ ചന്തുമോളെ നോക്കുന്നുമുണ്ട്. ഇനിയിപ്പം മോള് അതൊന്നും ഓർത്തൊരു പ്രശ്നമാവണ്ട. അബിയുടെയും മോളുടെയും ജീവിതത്തിൽ ഒരിക്കലും ചന്തുമോളൊരു ബാധ്യതയൊന്നും ആവില്ല. അതിൻ്റെ ഒന്നും ആവശ്യം ഈ അനന്തപുരിക്കാർക്കില്ല. അപ്പോഴേക്കും നവ്യ ഒന്നും മിണ്ടുന്നില്ല. നവ്യ പറയാം, മുത്തശ്ശ ഞാൻ എണീറ്റ് പോവാണെന്ന് പറയാം. അപ്പോൾ മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്, അല്ല മോളിപ്പോഴും അബിയെ വിശ്വസിക്കുന്നുണ്ടോ? അബിയല്ല ചന്തുമോളുടെ കുഞ്ഞെന്നാണോ മോളിപ്പോഴും വിശ്വസിക്കുന്നതെന്ന് ചോദിക്കുമ്പം നവ്യ പറയാണ്, തീർച്ചയായിട്ടും എനിക്കിപ്പം അബിയെ 100% വിശ്വാസമാണ്. ചന്തുമോള് അബിയുടെ കുഞ്ഞല്ല എന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നുണ്ട്. എന്നെ 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 തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പലരും പല കഥകളും മെനഞ്ഞിറങ്ങിയിട്ടുണ്ടെന്നും എനിക്കറിയാം. എൻ്റെ അമ്മയും അച്ഛനും ഉൾപ്പെടെ എന്നെ ചതിക്കുകയായിരുന്നു. ഇപ്പോൾ നിങ്ങളെല്ലാവരും എന്നെ ചതിക്കുകയായിരുന്നു. അതെല്ലാം എനിക്കറിയാം. പക്ഷേ ഞാൻ അബിയെ വിശ്വസിക്കുന്നു. അവൻ എന്നെ ചതിച്ചാലോന്ന് ഒരു 99% ഞാൻ വിചാരിച്ചിരുന്നു. പക്ഷേ ദേ ഇപ്പോൾ എനിക്ക് അവനെ 100% വിശ്വാസമാണ്. അവൻ്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല. നിങ്ങളെല്ലാവരുമാണ് തെറ്റ് ചെയ്ത് കൂട്ടുന്നത് എന്നൊക്കെ നവ്യ പറയാം. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് കേട്ടോ പിറ്റേ ദിവസം നവ്യ AM ജ്വല്ലറിയുടെ മോഡലായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ഫോൺ കോൾ വരികയാണ്. അത് നവ്യയുടെ ഫ്രണ്ടിൻ്റെ ഫോൺ കോളാണേ. അപ്പോഴേക്കും നവ്യ ആ ഫോൺ എടുത്ത് അറ്റൻഡ് ചെയ്ത് കഴിയുമ്പോൾ ഫ്രണ്ട് വിളിക്കുക, നവ്യ നീ തന്ന ആ സാമ്പിൾ വെച്ചിട്ടുള്ള റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്, DNA ടെസ്റ്റിൻ്റെ റിപ്പോർട്ട് എന്ന് പറയാം. അപ്പം നവ്യ പറയുന്നുണ്ട്, ഓ അതൊക്കെ എനിക്ക് നേരത്തെ കിട്ടി. നെഗറ്റീവ് അല്ലേ, അബിയുടെ കുഞ്ഞല്ലല്ലോ ചന്തുമോള്. അപ്പോൾ ഈ സംഭാഷണമൊക്കെ നമ്മുടെ ഡേവിഡ് അവിടെ നിന്ന് ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോഴേക്കും ഫ്രണ്ട് പറയാണ്, അല്ല നവ്യെ, നീ നേരിട്ട് ഇവിടെ വരണം, നിനക്ക് ബോധ്യപ്പെടുത്തി തരാം. ചന്തുമോള് അബിയുടെ കുഞ്ഞ് തന്നെയാണ്. DNA സാമ്പിൾ വെച്ച് നോക്കിയപ്പോൾ തെറ്റൊന്നുമില്ല, അബിയുടെ കുഞ്ഞ് തന്നെയാണ്. നമ്മൾ വിചാരിച്ച പോലെ തന്നെയാണ് കാര്യങ്ങളെന്ന് പറയാം. അപ്പം നവ്യ പറയാണ്, വെറുതെ നീ പറയരുത്, നീ ആ അനഘയുടെ പക്ഷം ചേർന്ന് എന്നെ പറ്റിക്കുകയല്ലേ. അപ്പോഴേക്കും ഫ്രണ്ട് പറയുന്നുണ്ട്, അല്ല ഞാൻ നിന്നെ പറ്റിക്കുകയല്ല, ഞാൻ പറയുന്നതിൽ സത്യമുണ്ട്. എനിക്കിപ്പം അതിൻ്റെ ആവശ്യമില്ല നിന്നെ പറ്റിച്ചിട്ട്. ഈ സാമ്പിൾ തെറ്റിപ്പോകാനായിട്ട് ഒരു സാധ്യതയില്ല. നല്ല ലാഭി തന്നെയാണ് ഞാനിത് ചെയ്തത്. നിനക്കറിയാമല്ലോ കാര്യങ്ങൾ. നിന്നെ വിശ്വസിപ്പിക്കാമെന്നൊരു ലക്ഷ്യം എനിക്കുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നവ്യ പറയാം, ശരി എനിക്ക് നിന്നെ കാണണം, ഇപ്പം നീ പറഞ്ഞ സത്യമാണെങ്കിൽ എന്നൊക്കെ പറഞ്ഞ് അവിടുന്ന് ഫോണൊക്കെ വെച്ച് ധൃതി പിടിച്ച് ഇറങ്ങി പോവാണ് കേട്ടോ. അപ്പോൾ ഡേവിഡ് ഇത് കാണുകയാണ്. ഡേവിഡ് ഉടനെ നാഗേന്ദ്രയെ വിളിച്ചിട്ട് ഈ വിവരം പറയാണ്, നവ്യക്ക് എവിടുന്നോ വേറെ DNA ടെസ്റ്റിൻ്റെ റിസൾട്ട് കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. നമ്മൾ അവളെ പറ്റിക്കായിരുന്നെന്ന് അവൾ മനസ്സിലാക്കിക്കും. ഇപ്പോൾ തന്നെ അവളുടെ ഫ്രണ്ടിനെ കാണാൻ അവൾ പോയിട്ടുണ്ട്. അവൾ ഈ സത്യങ്ങൾ അറിഞ്ഞ ആ നിമിഷം അബിയെ കൊല്ലുമെന്നുള്ള കാര്യം ഉറപ്പാണെന്ന് പറയുമ്പം ഉടനെ നാഗേന്ദ്ര പറയാണ്, വിടരുത് അവളെ. അവൾ ആ സത്യങ്ങൾ അറിഞ്ഞ അബിയുടെ നേരെ തിരിയുമ്പോൾ അവളെ നമുക്ക് തട്ടിക്കൊണ്ട് വരണം, അവളെ നമുക്ക് ഇല്ലാതാക്കണമെന്ന് പറയാണ്. അതിനുള്ള ആൾക്കാരെ നീ നിർത്തിക്കോളാൻ ഡേവിഡിനോട് പറയാം. അങ്ങനെ ഡേവിഡ് അവരുടെ ഗുണ്ടകളെല്ലാം വിളിച്ച് സെറ്റാക്കി നിർത്താണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നവ്യ ഈ രഹസ്യം അറിഞ്ഞു കഴിഞ്ഞാൽ AM ജ്വല്ലറിയോടുള്ള വിശ്വാസ്യതയും പോവും. അതുപോലെ അബിയെ ഉടനെ തന്നെ പോയി ആ ദേഷ്യത്തിന് കൊല്ലുകയും ചെയ്യും. അതിന് മുമ്പ് നവ്യ ഇല്ലാതാക്കണമെന്ന് നാഗേന്ദ്ര പറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ നവ്യ അവിടെ നിന്ന് പോവുകയാണ്. പോയി റിസൾട്ട് കാണിക്കുക ഫ്രണ്ട്, എന്നിട്ട് എല്ലാം വിവരിച്ച് കൊടുക്കുക. അപ്പോൾ നവ്യ ആകപ്പാടെ മരിച്ച അവസ്ഥയിലാവുകയാണ്. നവ്യ ആ ഫ്രണ്ടിനോട് പറയാണ്, ഇല്ല അവനെ ഞാൻ വെറുതെ വിടുകയല്ല, എന്നെ അവൻ ചതിക്കായിരുന്നു, എല്ലാവരും കൂടി ചതിക്കായിരുന്നു. AM ജ്വല്ലറിയിലെ ഡേവിഡ് സാറിൻ്റെ കയ്യിലും ഞാൻ സാമ്പിൾ കൊടുത്തിട്ടും അങ്ങനെ ഒരു നെഗറ്റീവ് റിസൾട്ട് അവർ തന്നെങ്കിൽ അവരുടെ കയ്യിലും ചതിയുണ്ട്. എന്താണ് ഇതിൻ്റെ പിന്നിലെന്ന് എനിക്കറിയണം. ഞാൻ അവരെ കാണാൻ വേണ്ടി പോവുകയാണെന്ന് പറഞ്ഞ് അവിടുന്ന് പോകുന്ന വഴിക്ക് തന്നെ നവ്യെ 2-3 പേര് കൂടി തട്ടിക്കൊണ്ട് പോയി ഒരു ഗോഡൗണിൽ കൊണ്ടങ്ങ് ഇടുകയാണ്. കെട്ടിയിടുകയാണ് ഗോഡൗണിൽ കൊണ്ടുപോയി. നവ്യ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ആരൊക്കെയാണ്, നിങ്ങൾ എന്തിനാ ഇപ്പം എന്നെ തട്ടിക്കൊണ്ട് വന്നത്, നിങ്ങളുടെ ആവശ്യം എന്താ അത് പറ എന്ന് പറയാം. അപ്പോഴേക്കും ഡേവിഡും നാഗേന്ദ്രയും അവിടെ പ്രത്യക്ഷപ്പെടുകയാണ്. ഉടനെ നവ്യ അന്തം വിട്ട് പോവാണ് ഡേവിഡിനെ കാണുമ്പം. ഡേവിഡ് പറയാണ്, നീ എന്താ വിചാരിച്ചത്, നിനക്കറിയൂ ഇയാളെ, ഇത് നാഗേന്ദ്ര, നിൻ്റെ അബിയുടെയും അവന്തികയുടെയും അച്ഛൻ, നിൻ്റെ അമ്മായിയച്ഛൻ. ഇയാളാണ് ഈ AM ജ്വല്ലറി എന്ന് പറയുന്ന സാമ്രാജ്യത്തിൻ്റെ ഉടമസ്ഥൻ. ഞാൻ അവിടുത്തെ വേറെ ഒരു ജോലിക്കാരനും ഒരു ബിനാമിയും മാത്രമാണ്. ഇദ്ദേഹം പറഞ്ഞതനുസരിച്ചാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. നീ എന്താ പറഞ്ഞത്, അബിയെ കൊല്ലുവെന്നോ?
ഇദ്ദേഹത്തിൻ്റെ മോനെ അബിയെ കൊല്ലാനൊന്നും ഞങ്ങളാരും സമ്മതിക്കില്ല നിന്നെ. അപ്പോഴേക്കും നിങ്ങൾ എന്നെ വിടുന്നുണ്ടോ? എല്ലാവരും കൂടി എന്നെ ചതിക്കായിരുന്നോ? നിങ്ങളപ്പം മൂർത്തീസ് ജ്വല്ലറിയെ ചതിക്കായിരുന്നോ എന്ന് നവ്യ ചോദിക്കുക. അപ്പോൾ നാഗേന്ദ്ര പറയുന്നുണ്ട്, തീർച്ചയായിട്ടും എനിക്ക് നന്നായിട്ട് പകരം വീട്ടാനുണ്ടായിരുന്നു. അത് ഞാൻ മനോഹരമായിട്ടങ്ങ് ചെയ്യുമായിരുന്നു. ഇനി അതിൻ്റെ ഇടയിൽ ഒരു ഉപകരണം മാത്രമായിരുന്നു നീ ഇപ്പം കളിച്ച് സത്യങ്ങളെല്ലാം അറിഞ്ഞു. എൻ്റെ മോൻ അബിയെ നീ ഇല്ലാതാക്കുമെന്നല്ലേ? അതൊക്കെ നിന്റെ വെറും വ്യാമോഹമാണ് നവ്യയെ. അതിനു മുമ്പ് നിന്നെ ഞങ്ങളങ്ങ് ഇല്ലാതാക്കും എന്ന് പറയുകയാണ് കേട്ടോ. അങ്ങനെ നവ്യയെ കെട്ടിയിട്ട് അവർ നവ്യയെ ഭീഷണിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. നവ്യ അങ്ങനെ സത്യങ്ങളൊക്കെ അറിയുന്നുണ്ട് കേട്ടോ. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്